നമ്മുടെ ഗ്രേവിയൊക്കെ പറ്റി ഇവിടെ പ്രോൺസ് റോസ്റ്റ് ഇതാ റെഡി ആയിട്ടിരിക്കുന്നു. അടിപൊളിയല്ലേ കാണാൻ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് നിങ്ങളെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, കിടുവാണ് കേട്ടോ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷാണ് പ്രോൺസ് റോസ്റ്റ്. നമ്മളിവിടെ പ്രോൺസൊക്കെ മേടിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം, ഒട്ടും ടൈം കളയണ്ട കേട്ടോ. ആദ്യമേ തന്നെ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ചെറുതായിട്ട് അരിയണം. അതിനുശേഷം നമ്മുടെ ഈ മസാല എല്ലാം ഇത് പിടിക്കുന്നതിന് വേണ്ടി ശരിക്കും മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്യണം, എങ്കിലും മാത്രമേ ഉള്ള മസാല ഇതിൽ പിടിക്കത്തുള്ളൂ. ഈ കാണുന്നത് പോലെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മളിവിടെ മസാലയൊക്കെ പുരട്ടി നല്ല അടിപൊളിയാക്കി തിരുമ്മി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു വിസിൽ അടുപ്പിക്കാൻ വേണ്ടി നമ്മളൊരു കുക്കറിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കുക. ഒരൊറ്റ വിസിൽ മതി കേട്ടോ. നമ്മളിവിടെ കുക്കറി വെച്ച് ഒരു വിസിലടുപ്പിച്ചു. ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കണ്ട, ഈ പരുവത്തിൽ നല്ലതുപോലെ വെന്ത് വരണം. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇവിടെ കാണാമല്ലേ, സൂപ്പറല്ല കാണാൻ. അതിനുശേഷം നമ്മുടെ ഒരു പാനിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ അരച്ചെടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ഇടുക. ഗാർലിക് പേസ്റ്റിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു സബോളയും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കീറിയത് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കണം. സബോള ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും നമ്മളൊരു തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ സബോളയൊക്കെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നല്ലതുപോലെ ഇളക്കി കഴിയുമ്പം ഈ ഒരു പരുവാവും. അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. നമ്മൾ കുക്കറി വേവിച്ചെടുത്ത് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, അടിപൊളിയില്ലേ കാണാൻ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയാകുന്ന ഭാഗമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. നല്ല സൂപ്പറായിട്ട് വെന്ത് വരുന്നുണ്ട്. ഈ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റെഡിയാവും. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണിത്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. എനിക്കറിയാം, കാണുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ വായിൽ വെള്ളം വരുന്നുണ്ടെന്ന്. നമ്മുടെ ഗ്രേവിയൊക്കെ പറ്റി ഇവിടെ പ്രോൺസ് റോസ്റ്റ് ഇതാ റെഡി ആയിട്ടിരിക്കുന്നു. അടിപൊളിയല്ലേ കാണാൻ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. വെരി ഈസിയാണ് ഉണ്ടാക്കാൻ, ഒട്ടും ടൈം എടുക്കത്തില്ല. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത് പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി റെസിപ്പിയാണ്. ഞാനത് നിങ്ങളെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്.
കണ്ടില്ലേ, കിടുവാണ് കേട്ടോ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള കിടുക്കാച്ചി വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.